രശ്മി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ആണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിന്റെ ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓവൻ ഉപയോഗിക്കുന്നില്ല, ബീറ്റർ ഇല്ല, മൈദ ഇല്ല, റവ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ ക്രീം കേക്ക് ഒക്കെ പോലെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണിത്. ഇപ്പൊ അത്യാവശ്യം ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു കൊറോണയുടെ പ്രശ്നം കാരണം ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ടുന്ന. ഒരു വിഭാഗം ആൾക്കാർ എൻജോയ് ചെയ്യാണ് വീട്ടിൽ, എന്നാൽ വലിയൊരു വിഭാഗം ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ട് കേട്ടോ, കമന്റ്സ് ആയിട്ട് മെയിലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു മെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതാണ്. എനിക്ക് ശരിക്കും വായിച്ചപ്പോൾ ഒരു വിഷമം തോന്നി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആളുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ, ആളോട് പറയാതെയല്ലേ ഞാൻ വായിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് പേര് പറയുന്നില്ല. ഹലോ ചേച്ചി, എന്റെ പേര് എന്നതാണ്. കുറെ നാളായി നീ അയക്കണമെന്ന് കരുതുന്നു. ചേച്ചി ആദ്യം ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി ഫോട്ടോ സഹിതം അയക്കാമെന്നാണ് കരുതിയത്. എന്നാൽ കൊറോണ കാരണം എന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞ് സങ്കടത്തിലായിരിക്കുമ്പോഴാണ് ചേച്ചി ഓറിയോ കേക്കുമായിട്ട് വന്നത്. അത് ഞാൻ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. മക്കൾ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സാവകാശം തന്നില്ല. ഒരുപാട് കാലമായി ചേച്ചിയുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അവര്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ചേച്ചിയോട്. ഞങ്ങൾക്ക് വേണ്ടി നല്ല നല്ല റെസിപ്പീസ് കൊണ്ടുവരും അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ചോക്ലേറ്റ് കേക്ക് കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. അതുണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ ഉണ്ടാക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. സാധാരണ ഒരു വീട്ടമ്മയായി ഞാൻ 5-10 പൈസ കൂട്ടി വെച്ച് ഏകദേശം പൈസ റെഡിയായി വന്നോണ്ട് കൊറോണയുടെ വരവ്. അങ്ങനെ ആ പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും എത്രയും പെട്ടെന്ന് കൊറോണ പോവട്ടെ. എന്നിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഫോട്ടോ അയക്കാട്ടോ. നന്ദിക്ക് പകരമായി ചേച്ചിക്ക് തരാൻ പറ്റുക ലൈക്കും ഷെയറുമാണ്. ഇനിയും നല്ല നല്ല റെസിപ്പീസ് കൊണ്ടുവരണം. ആദ്യമായിട്ടാണ് കേട്ടോ മെയിൽ അയക്കുന്നത്, എനിക്കൊരു മറുപടി തരണേ എന്ന് പറഞ്ഞിട്ടാട്ടോ എഴുതിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വായിച്ചപ്പോൾ നല്ല വിഷമം തോന്നി. ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം, നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതുപോലെ വിഷമിക്കുന്നവര്. അപ്പൊ അവർക്ക് കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ നിത്യോപയോഗ സാധനം വാങ്ങിക്കാൻ പറ്റാത്ത സമയത്താണോ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ കേക്ക് കാണുമ്പോൾ കഴിക്കണമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പം പ്രത്യേകിച്ച് ബർത്ത്ഡേക്കൊക്കെ ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കേക്ക് ചെയ്യണമെന്ന് തോന്നി. ക്രീമൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്ക് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ അപ്സൈഡ് ഡൗൺ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ പൈനാപ്പിൾ ധാരാളമായിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ നിറച്ചും പൈനാപ്പിൾ ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല വിലക്കുറവുണ്ട്. അപ്പം വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് റെസിപ്പി ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. കഴിയുന്നത്ര പൊടിച്ചെടുക്കാം കേട്ടോ. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും മതി. ഞാനിപ്പോൾ എടുക്കുന്നത് വറുത്ത റവയാണ്. ഇപ്പൊ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കഴിയുന്നത്ര നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അതേ ജാറിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതും അങ്ങ് പൊടിച്ചെടുക്കാം. പഞ്ചസാര 1/2 കപ്പ് മതി കേട്ടോ. സാധാരണ കേക്കിൽ എടുക്കുന്ന പോലെ അത്രയും എടുക്കേണ്ട, കാരണം നമ്മളിതിൽ അവസാനം സിറപ്പൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പം മധുരം അധികമായി പോവും. അപ്പം അതുകൊണ്ട് 1/2 കപ്പ് മാത്രം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മാവൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് വലിയ മുട്ടയാണ് കേട്ടോ, അതാണ് ഞാൻ 3 എടുത്തത്. തീരെ ചെറിയ മുട്ടയാണെങ്കിൽ 4 എടുക്കേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം അങ്ങ് ലോ സ്പീഡിലിട്ട് അടിച്ചിട്ട് പിന്നെ അങ്ങ് ഹൈ സ്പീഡിലേക്കാക്കി നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് വരും. പലർക്കും മുട്ടയുടെ സ്മെല്ല് എന്ന് പറയുന്നുണ്ട് കേക്കിൽ. അത് ഈ വാനില എസൻസ് ഇട്ട് മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഏത് ഫ്ലേവർലെസ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പൊടിച്ചു വെച്ച് റവ ഇട്ട് കൊടുക്കാം. അത് റവ ഇട്ടിട്ട് ഒരുപാട് സമയം അങ്ങ് അടിച്ചങ്ങ് അരച്ച് കളയരുത്. ജസ്റ്റ് ഒന്ന് ആ പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒരു 3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. അത്രമാത്രം മതി. അപ്പോൾ ഒരു 3 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് ഉള്ളതുപോലെ തോന്നും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമ്മളിത് കുറച്ച് സമയം വെക്കുന്നുണ്ട്, അപ്പോഴത്തേക്ക് അത് തിക്കായിക്കോളും. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂർ അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് പൈനാപ്പിൾ ഒന്ന് ചെത്തിയെടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 കിലോ വരുന്ന ഒരു പൈനാപ്പിളാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ വേണം എടുക്കാനായിട്ട്. നല്ല സ്മെല്ല് വരില്ലേ പൈനാപ്പിളിന്റെ, അങ്ങനത്തെ പൈനാപ്പിൾ വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ല പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി ഞാനിതിന്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കട്ടെ. അപ്പം തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഈ കണ്ണുണ്ടല്ലോ, അത് നമ്മൾ കുത്തി കളഞ്ഞിട്ടില്ല കേട്ടോ. അതിപ്പോൾ കുത്തി കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയാൽ മതി. ഞാനിത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാണേ. ഇനി ഇതുപോലത്തെ ഒരു പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതിനകത്തോട്ടൊന്ന് കുത്തി ഇറക്കി കൊടുക്കാം. അത് നടുവിലത്തെ പോർഷൻ അങ്ങ് എടുത്ത് കളയാനാണ്. അപ്പൊ ഈ സൈഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വെച്ചിട്ട് മറ്റേ സൈഡിൽ ഒന്നൊക്കെയും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നടുവിലത്തെ പോർഷൻ ഇങ്ങ് പോന്നോളും. പിന്നെ ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം നടുവിലത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്താലും മതി. ഇതാകുമ്പം ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ പുറത്തെ ആ ഒരു കണ്ണൊക്കെയുള്ള ഒരു പോർഷൻ ഇല്ലേ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് സിറപ്പാക്കാൻ എടുക്കാം കേട്ടോ. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കണ്ണിങ്ങനെ ഓരോന്നായിട്ട് ചെത്തിയെടുത്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചത്. അതൊന്ന് ഞാൻ ചെത്തിയെടുക്കട്ടെ. അപ്പൊ അത് പുറത്തെ ആ പോർഷനും കൂടെ ഒന്ന് ചെത്തി ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. വലിയ റൗണ്ട് ഷേപ്പ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പം റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണേ. ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ആണ്. ആ ട്രേയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പൊ വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എത്ര പൈനാപ്പിൾ വേണ്ടി വരുന്ന. ഇതിപ്പം ഒരു 8 ഇഞ്ച് വരുന്ന ട്രേ ആണ്. ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കഴിയുന്നത്ര തിന്നായിട്ട് സ്ലൈസ് ചെയ്യാം കേട്ടോ, നല്ലത്. കാരണം ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് കട്ടിയാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കട്ടി ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കഴിയുന്നത്ര തിന്നായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാടങ്ങ് തിന്നായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നടുവിലത്തെ ആ ഒരു ഹോൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാലും പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പൊട്ടിയതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിയുന്നത്ര തിന്നായിട്ട് ഒരു 6 സ്ലൈസ് പൈനാപ്പിൾ അടിയിൽ വെക്കാനായിട്ട് വേണം. ഇതിപ്പോ അങ്ങ് മുകളിൽ ഇരുന്നാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വേവിക്കുന്നുണ്ട്. വേവിക്കുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ ഒന്ന് ചുരുങ്ങും. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് പുറത്ത് ഇരുന്നാലും കുഴപ്പമില്ല. അതിപ്പോൾ താഴ്ഭാഗത്തുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ സാധാരണ സൈഡിൽ വെക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാനത് സൈഡിൽ വെച്ച് നോക്കുകയാണ്. സൈഡിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സൈഡിൽ വെക്കുന്നതിൻ്റെ നടുവിലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വെച്ചോളൂ, അത് തന്നെ കേട്ടോ നല്ലത്. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. കാരണം വേവിക്കുന്നുണ്ട്, വേവിക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആവും. പക്ഷെ ആ നടുവിലത്തെ പോർഷൻ പുറമേ ഉള്ള ആ പോർഷൻ്റെ അത്രയും അങ്ങോട്ട് സോഫ്റ്റ് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് നടുവിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് വെച്ചാൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ, എത്ര പൈനാപ്പിളിൻ്റെ പീസസ് വേണം എന്നുള്ളതിന്. ഇപ്പോൾ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെച്ചതിന് ശേഷം ഒരു 3-4 പീസ് എക്സ്ട്രാ കൂടെ ഇട്ടേക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വേവിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് ചുരുങ്ങും. അപ്പോൾ പിന്നെ നമുക്കിത് എത്തില്ല വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 പീസും കൂടെ എക്സ്ട്രാ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് നമുക്ക് അങ്ങ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് വേവിക്കേണ്ട. ആ പഞ്ചസാര പനി കിടന്ന് അതങ്ങ് നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ. ഇതിപ്പം കണ്ടപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ പത വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പത വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കാനേ. അപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും. ഇത് നമുക്കിതങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സിറപ്പൊക്കെ അവിടെ കിടക്കട്ടെ. സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കേക്കിൻ്റെ ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. കേക്കിൻ്റെ ട്രേ ഞാൻ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അടിയിൽ മാത്രം ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തതാണേ. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാം ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് ചുരുങ്ങിയില്ലേ? നന്നായിട്ട് ചുരുങ്ങി. നമ്മൾ നേരത്തെ വെച്ച സമയത്തെല്ലാം മേലായിരുന്നു. ഇപ്പം ഇതാ നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് അളവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ചിലർക്ക് പൈനാപ്പിൾ കഴിക്കുന്ന സമയത്ത് വായിലെ തൊലിയൊക്കെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ പൈനാപ്പിൾ കഴിക്കാതിരിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എൻ്റെ മോക്ക് അതുപോലെ വായിലെ തൊലി പോകുമായിരുന്നു. പക്ഷെ അവൾക്ക് ഈ പൈനാപ്പിളിൻ്റെ കേക്ക് ഒരു പ്രശ്നമില്ല. അവൾ നന്നായിട്ട് കഴിക്കുക, ഒത്തിരി ഇഷ്ടമാണ്. 1 എണ്ണം കൂടി എക്സ്ട്രാ വെച്ചതുകൊണ്ട് 7 എണ്ണം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ സൈഡിലും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. സൈഡിൽ തിരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്, നേരത്തെ വെച്ച പോലെ തന്നെ.
അതേപോലെ തന്നെ നമുക്ക് ആ ഗ്യാപ്പിലൊക്കെ 2-3 കഷ്ണമൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സൈഡിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും താഴെ മാത്രം വെച്ചാലും മതി. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ താഴെ മാത്രമേ വെക്കാറുള്ളത്, ഇപ്പം സൈഡിലും കൂടെ വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് നടുവിൽ ഓരോ ചെറിയായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയും കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, യെല്ലോയില റെഡും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ബാറ്റർ എടുത്ത് നോക്കാം. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ഒന്ന് അരച്ചെടുക്കാം. ആ കണ്ണും നടുവിലത്തെ പോർഷനൊക്കെ കളഞ്ഞിട്ടുള്ളത് വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിന്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അത് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ട, പക്ഷെ എന്നാൽ അത് നന്നായിട്ട് ബാറ്ററിൽ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയും വേണം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്, എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കേക്ക് ട്രേയുടെ പകുതി ഭാഗമൊക്കെ വരാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാനേ. ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. ഈ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം പാത്രം വെച്ച് ഒരു 5 മിനിറ്റ് ആയിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഉപ്പിടണ്ടേന്ന്. ഉപ്പിടേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലാതെ ചെയ്താലും ഒരു കുഴപ്പവും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ 45 മിനിറ്റ്സ് തൊട്ട് 50 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവുള്ളേ. ഇനി അതവിടെ ബേക്ക് ആവട്ടെ. അപ്പോൾ നമുക്കൊന്ന് സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിളിന് നമ്മൾ ആദ്യം സൈഡ് ചെത്തി മാറ്റി വെച്ച കഷ്ണങ്ങളില്ലേ, അതെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അതെടുക്കുന്നില്ല, വേറെ പീസാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലിപ്പോൾ നടുവിലത്തെ പോർഷൻ ഇട്ടിട്ട് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമ്മളതങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അതങ്ങ് അവിടെ ഇരുന്ന് ഒന്ന് കുറച്ചൊന്ന് കുറുകണം. നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ പൈനാപ്പിളും കൂടി ഇട്ടതുകൊണ്ട് അത് കുറച്ചൊന്ന് തിക്കായി കുറുകിയിടും. ഒരുപാടങ്ങ് കുറുകൊന്നും വേണ്ട. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരും. നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ നല്ല ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക. ഇതിൽ ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ടേ. ഞാനൊരു 45 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നടുവിൽ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ടായിരുന്നു. അപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചു. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൈനാപ്പിളിന്റെ കഷ്ണങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടില്ലേ, അപ്പോൾ അതിന്റെ ആ ഒരു ചൂട് അത്രയും വൈകിയാണ് ബാറ്ററിലേക്ക് എത്തുക. അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ മൈദയുടെ കേക്കിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് അല്ല, ഇത് അത്രയും ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അത് നമ്മൾ സിറപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിക്കോളും. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഈ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ കണ്ട നന്നായിട്ട് വിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മളങ്ങനെ വിടിയിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളത് സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ആ തണുത്ത സിറപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ആ റൂം ടെമ്പറേച്ചറിലുള്ള സിറപ്പാണ്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ചങ്ങ് ഒഴിക്കേണ്ട. കുറേശ്ശെ ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ച് അതൊന്ന് അബ്സോർബ് ആവും. അപ്പോഴത്തേക്ക് അടുത്ത സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് തന്നെ ഉണ്ട്. കാരണം നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു, പിന്നെ പൈനാപ്പിളിലുള്ള ജ്യൂസ് ഉണ്ടാവില്ല, അതെല്ലാം തിളച്ച് വറ്റി ഇപ്പോൾ ഒരു 1/4 കപ്പാണുള്ളത്. ഈ 1/4 കപ്പ് മുഴുവൻ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് അത് ഒഴിച്ചതും എല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അതങ്ങ് വലിച്ചെടുക്കുന്നത്, റവയല്ലേ, അതുകൊണ്ടാണ്. 1/4 കപ്പ് ഒഴിക്കാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ആക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1/4 കപ്പ് ഒഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കേക്ക് കിട്ടും. മുട്ട വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പ്ലേറ്റ് ഒന്നും വെച്ച് അടയ്ക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. സൈഡിൽ കൂടെ ജസ്റ്റ് ആ കത്തി വെച്ച് ഓടിച്ചു കൊടുക്കാം. ആ സിറപ്പ് ഒഴിച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ആയി നമ്മുടെ കേക്ക്.
നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഒന്ന് തിരിച്ചു വെച്ച് ഒന്ന് കൂട്ടി കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അടിയിലും സൈഡിലും വെച്ച പൈനാപ്പിൾ വേവിച്ച അതിൻ്റെ സിറപ്പാണ്, ബാക്കിയുള്ള സിറപ്പാണ്. അത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമുക്ക് കേക്കിന് തന്നെ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, ഈ സിറപ്പ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അത് മുഴുവനായിട്ട് നമുക്ക് സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ തന്നെ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടും കട്ട് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുത്ത് കട്ട് ചെയ്താലും നല്ലതാണ്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നാളെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കട്ട് ചെയ്തു ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. പിന്നെ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്ന കേക്ക്. ഞാനൊന്ന് കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ജ്യൂസ് ഇങ്ങനെ വായിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും കേക്കിൽ നിന്ന് ആ ജ്യൂസ് ഇങ്ങനെ വായിലേക്ക് വരുന്നുണ്ട്. കൂടാതെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ കഴിക്കാനായിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മുകളിലത്തെ ലെയർ തിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വായിലിടുമ്പോഴത്തേക്ക് തന്നെ അലിഞ്ഞു പോകും. ഞാനിതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ കേക്ക് നല്ല തിന്നായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്രയും തിന്നല്ല, കുറച്ച് കട്ടിയുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ തിന്നാക്കാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പം ക്രീമൊക്കെ കിട്ടാത്തവർക്ക് ഒരു ബർത്ത്ഡേ കേക്കായിട്ടും പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അതാണ് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.